എന്റെ ഏറ്റവും ഒരു റൊമാൻറ്റിക് മൊമെന്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ലേബർ റൂമിനകത്ത് എന്റെ വൈഫ് കിടക്കുന്ന സമയത്ത് പുറത്ത് കാത്തു നിന്നാണ്. ആ സമയത്തായിരിക്കും എനിക്ക് അവരോട് ഏറ്റവും കൂടുതൽ പ്രേമം തോന്നിയിട്ടുള്ളത്. ചാക്കോച്ചനോട് ആദ്യ ചോദ്യം, അതിന്റെ പൂർണ്ണ രൂപത്തിലെ അലങ്കാരം എന്താ? ഈ ചോദ്യം ചോദിക്കുന്ന ആള് ഈ ചോദ്യം ചോദിക്കാൻ പ്രാപ്തനാണോ എന്ന് അറിയണമല്ലോ. ഞാൻ 9 പഠിക്കുമ്പോഴാണ് അനുഭവം നാളെ കൂടെ അഭിനയിച്ച നായികമാരായിരുന്നു എനിക്ക് ഇങ്ങനത്തെ പണി തന്നുകൊണ്ടിരുന്നത്. നന്ദിയുണ്ട് സ്നേഹിതാണ്. സിദ്ധാർത്ഥ, ഒരു കാര്യം ചോദിച്ചോട്ടെ, ഭരതൻ സാറിനെ പോലെ ഇത്രയും മലയാളികൾ എല്ലാവരും എന്നും എന്താ പറയുക, ആ പേരെടുക്കാൻ പോലും നമുക്ക് ഒരു അർഹത ഉണ്ടോ എന്ന് വേണ്ടവനെ ചിന്തിച്ചിട്ടായിരിക്കും എടുക്കുക. അത്രയും മഹാനായ ഒരു പിതാവിന്റെ മകൻ ഒരു ചിത്രം സംവിധാനം ചെയ്യുമ്പോൾ ഈ സംവിധാന രംഗത്തിലേക്ക് വരുമ്പോൾ അതൊരു വലിയൊരു ഒരു ഭാരമല്ലേ, എന്ന് വെച്ചാൽ അത്രയും ഒരു റെസ്പോൺസിബിലിറ്റി അല്ലേ അത്. അപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നിലവറിയാതെ കലവറിയാതെ അനുരാഗം പുതുമഴ പോലെ നീയന്മാരിൽ ചായും നേരം. ചാക്കോച്ചനോട് ആദ്യ ചോദ്യം, അതിന്റെ പൂർണ്ണ രൂപത്തിലെ അലങ്കാരം എന്താ? ഈ ചോദ്യം ചോദിക്കുന്ന ആള് ഈ ചോദ്യം ചോദിക്കാൻ പ്രാപ്തനാണോ എന്ന് അറിയണമല്ലോ. എന്നിട്ട് നമുക്ക് ഈ കളി കളിക്കാം. മറ്റൊന്നിൻ ധർമ്മയോഗത്താൽ അതുതാനല്ലയോ ഇത് എന്ന് വർണ്ണയത്തിൽ ആശങ്കയുടെ ടീമിന് പ്ലീസ് താങ്ക് യു വെരി മച്ച്. ഒരുപാട് സന്തോഷം. കാരണം നല്ലൊരു സിനിമയുടെ ഭാഗമാകുക എന്നുള്ളതായിരുന്നു ഒരു ഇടക്കാലത്തിന് ശേഷം തിരിച്ചു വരുമ്പോഴുണ്ടായിരുന്ന എൻ്റെ ആദ്യത്തെ തീരുമാനങ്ങളൊന്ന്. അത് സാർത്ഥകമാകുന്നു. നല്ല സിനിമകളുടെ ഭാഗമാകാൻ, അത് ചെറുതോ വലുതോ എന്നുള്ള കഥാപാത്രങ്ങളുടെ വലിപ്പത്തിലുള്ള വ്യത്യാസമില്ലാതെ എനിക്ക് സംവിധായകരും തിരക്കഥാകൃത്തുക്കളും പ്രൊഡ്യൂസേഴ്സും വരുന്നു, അത് ജനങ്ങൾ സ്വീകരിക്കുന്നു എന്നറിയുന്നതിൽ അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവാണ് വർണ്ണത്തിലാശങ്ക എന്ന ചിത്രം ഇരു കൈകളിൽ നീട്ടി പ്രേക്ഷകർ സ്വീകരിച്ചത്. സിനിമയിലേക്ക് വന്നിട്ട് എത്ര വർഷമായി എന്ന വിചാരം? അറിയാതെയാണോ കുട്ടി? എനിക്കറിയാം, പക്ഷെ പ്രായം കൂട്ടി പറയണമെന്ന് വെച്ചാൽ പറയാതിരിക്കായിരുന്നു. 20 വർഷമായി ചാക്കോച്ചൻ വന്നിട്ട്. പക്ഷെ അന്ന് 1997 അനിയത്തിപ്രാവില് കണ്ടപ്പോൾ ഞാനൊക്കെ ഷോ എല്ലാ ഗ്ലാമർ എന്ന് വിചാരിച്ചത് അതേ ഗ്ലാമർ എടുത്ത 2017 വർണ്ണത്തിൽ ആശങ്കയിലും ഉണ്ട്. ഇത് എന്താ സംഭവം എന്ന് വെച്ചാല്, വേദിയിലേക്ക് വിളിച്ച നിങ്ങളും വേദിയിൽ എന്റെ കൂടെ നിൽക്കുന്ന ഈ ടീമുകളും പാരവയ്ക്കാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കുകയാണ്. അതെ, പിന്നീട് രക്ഷയില്ലല്ലോ. അപ്പൊ ഉത്തരം പറഞ്ഞു അവർക്ക് വേണ്ടി ഞങ്ങൾ നിൽക്കുകയാണ്. ഞാൻ 9 പഠിക്കുമ്പോഴാണ് അനുഭവം നാളെ കൂടെ അഭിനയിച്ച നായികമാരായിരുന്നു എനിക്ക് ഇങ്ങനത്തെ പണി തന്നുകൊണ്ടിരുന്നത്. നന്ദിയുണ്ട് സ്നേഹിതാണ്. അല്ല ചാക്കോച്ചൻ, 20 years ഇടയ്ക്ക് ഒന്ന് ഒരു ബ്രേക്ക് വന്നിട്ട് തിരിച്ചു വന്നപ്പോൾ ചാക്കോച്ചൻ എന്തോ പറ്റി. കാര്യം വെച്ചാൽ അത്രയും നാൾ ഉണ്ടായിരുന്ന ചാക്കോച്ചനല്ല, തിരിച്ചു വന്നപ്പോൾ കംപ്ലീറ്റ് പണ്ടൊരു എന്താ പറയുക ചോക്ലേറ്റ് ബോയുടെ ഇമേജ് ഉണ്ടായിരുന്നു. ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു അത്. പക്ഷെ തിരിച്ചു വന്നപ്പോൾ അത് മാറി ഒരു ഭയങ്കര ഒരു ക്യാരക്ടർ ആക്ടറായി മാറി. എന്താണ് ഈ ഒരു മാറ്റത്തിന് പിന്നിലുള്ള കാരണം? നെസസിറ്റി ഈസ് ദ മദർ ഓഫ് ഓൾ ഇൻവെൻഷൻസ് എന്ന് പറയുന്ന പോലെ അതില്ലാതെ ഒരു രക്ഷയില്ല എന്നുള്ള അവസ്ഥയായപ്പോഴാണ് നമ്മളീ പറഞ്ഞ പോലെ അഭിനയം തന്നെ വലിയ വശമില്ലാത്തൊരു അവസ്ഥയിലായിരുന്നു പണ്ട്. ഇപ്പം അത്യാവശ്യം അഭിനയിക്കാൻ അറിയാവുന്ന നാട്ടുകാരും വീട്ടുകാരും പറയാൻ തുടങ്ങിയിട്ടൊരു നല്ലൊരു സാഹചര്യമാണ്. എനിവേ ഇതൊക്കെ തന്നെ കാരണം. പിന്നെ ലോട്ട് ഓഫ് ചോയ്സസ് ദീസ് ഡേയ്സ്. അപ്പോൾ അതുകൊണ്ട് മാറുന്ന മാറ്റത്തിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോയില്ലെങ്കിൽ ഒരു സൈഡേ ഇരിക്കാം. ഓക്കെ, ഒരു ഒറ്റ ഉത്തരം പറയാമോ? ചാക്കോച്ചൻ എൻ അനിയത്തിപ്രാവ് ഓർ ചാക്കോച്ചൻ എൻ വർണ്ണത്തിൽ ആശങ്ക, ഏതായിരിക്കും പ്രിഫർ ചെയ്യുന്നത്? അത് ഇച്ചിരി വർണ്ണത്തിൽ ആശങ്കയുള്ള കാര്യമാണ്. അതിൽ മാത്രം ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളല്ലേ. എന്റെ സഹോദരൻ എന്നെ സഹായിച്ചത്. സിദ്ധാർത്ഥ്, ഈ സിനിമയുടെ പേരിന്റെ പ്രത്യേകത വളരെ വളരെ ക്യാച്ചി ആയ ഒരു ഫ്രേസാണ്. എന്താണ് ആ പേരിന്റെ പ്രത്യേകത? പേരിന്റെ പ്രത്യേകത എന്താണെന്ന് പറയുന്നത് ആശങ്ക. ഇതിനെപ്പോ എന്ത് വിളിക്കും എന്ന് പറയുന്നത് ഇപ്പൊ ഈ പറഞ്ഞ ഒരേ നാണയത്തിന്റെ 2 സൈഡ് പറഞ്ഞ പോലെ ആ ഒരു അതുകൊണ്ടാണ് നമ്മൾ ഉദ്ദേശിച്ചത്. ഒരു സട്ടയറാണ്, ആക്ഷേപഹാസ്യമാണ്. നമ്മുടെ ഇപ്പോഴത്തെ ഒരു പ്രസന്റ് ഡേ കേരളവും ഇവിടുത്തെ രാഷ്ട്രീയ
സിറ്റുവേഷനും ഇവിടെ ആര് ഹർത്താൽ സംഭവിച്ചിട്ട് എന്താണ് സംഭവിക്കണമെന്നും എന്നുള്ളതിൻ്റെ ഒരു ബ്രോഡായിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ അതിനങ്ങനെ ഒരു പേര് കൊടുത്തു, ഒരു ഹ്യൂമറസ് ആയിട്ടുള്ളൊരു സാധനം. സിദ്ധാർത്ഥ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഭരതൻ സാറിനെ പോലെ ഇത്രയും മലയാളികൾ എല്ലാവരും എന്നും എന്താ പറയുക ആ പേരെടുക്കാൻ പോലും നമുക്ക് ഒരു അർഹത ഉണ്ടോ എന്ന് വേണ്ടവനെ ചിന്തിച്ചിട്ടായിരിക്കും എടുക്കുക. അത്രയും മഹാനായ ഒരു പിതാവിൻ്റെ മകൻ ഒരു ചിത്രം സംവിധാനം ചെയ്യുമ്പോൾ ഈ സംവിധാന രംഗത്തിലേക്ക് വരുമ്പോൾ അതൊരു വലിയൊരു ഒരു ഭാരമല്ല, എന്ന് വെച്ചാൽ അത്രയും ഒരു റെസ്പോൺസിബിലിറ്റി അല്ലേ അത്. അപ്പോൾ ഒരു ബർഡൻ ഓഫ് എക്സ്പെക്ടേഷൻസ് ഉണ്ടാകും. അതിനിപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതിൻ്റെ ഇടയിൽ എനിക്കൊരുപാട് വ്യത്യാസം, എനിക്ക് പ്രായമായ പോലെ തോന്നുന്നുണ്ട്. ഒരു ചവചന് പ്രായമായിട്ടുണ്ട്. അന്ന് കൊന്തേമൂരിൽ കണ്ട പോലെ തന്നെ. പിന്നെ സിദ്ധുവിൻ്റെ കൂടെ ഞാൻ ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്നത് നമ്മൾ എന്ന് പറയുന്ന ചിത്രത്തിൽ സിദ്ധുവും ജിഷ്ണുവുമായിരുന്നു നായകന്മാർ. അപ്പോൾ അതാണ് എൻ്റെ ആദ്യത്തെ പടം, ഞങ്ങൾ രണ്ടുപേരുടെ ആദ്യത്തെ പടം. അപ്പോൾ അതിനുശേഷം ഇത്രയും കാലം കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾ 2-3 പ്രൊജക്റ്റുകൾ ചെയ്യാൻ ഇങ്ങനെ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഓരോ ഘട്ടത്തിൽ മാറിപ്പോയി. പഠനത്തിൻ്റെ ആശങ്കയിലാണ് ഒരുമിച്ച് വർക്ക് ചെയ്യാൻ പറ്റിയത്. മലയാളീസിന് ഏകദേശം ഈ ഒരു ആക്ഷേപഹാസ്യം ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അല്ലെങ്കിൽ ഇങ്ങനത്തെ ട്രോൾ കൾച്ചറൊന്നും വരില്ല. ന്യൂസ് ചാനൽസിൽ മറ്റേ അങ്ങനെ കളിയാക്കുന്ന രീതിയിലുള്ള ഒരു ഷോസും ഉണ്ടാവില്ല. സോ വി ടെൻ ടു ലൈക്ക് ദാറ്റ്. ആൻഡ് ഇതുപോലത്തെ ഇങ്ങനത്തെ സംഭവങ്ങൾ സിനിമയിൽ തന്നെ മലയാള സിനിമയിൽ തന്നെ പഞ്ചവടി ആയാലും സന്ദേശമായാലും. സോ അതിൻ്റെ ഒരു പാറ്റേൺ ട്രൈ ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ ഒരു ഉള്ള ഒരു സാധനത്തിൽ ഒരു ചെറിയ ഡിഫറെൻ്റ് ആയിട്ടൊരു മൂവി അത് തന്നെയായിരുന്നു. സോ ഇറ്റ്സ് വർക്കിംഗ്. ആൾക്കാർക്ക് അതുപോലെ രീതിയിൽ തന്നെ കിട്ടി. ഓക്കെ, ഇനിയും ഈ ചിത്രം കാണാൻ ബാക്കിയുള്ളവരോട് എന്താ പറയാനുള്ളത്? എത്രയും പെട്ടെന്ന് കാണുന്നതായിരിക്കും നല്ലത്. അതിലെന്റെ ഒരു എന്താ സിനിമയെ കുറിച്ച്? ഇല്ല, എനിക്ക് കിട്ടിയ കഥാപാത്രങ്ങളിൽ അല്ലെങ്കിൽ ഞാൻ അഭിനയിച്ച സിനിമകളിൽ എനിക്ക് ഏറ്റവും സന്തോഷവും അഭിമാനവും തോന്നുന്ന ഒരു സിനിമ ആണ് വടക്കൻ രാശിങ്ങൾ. ഇപ്പം ടേക്ക് ഓഫ് എന്ന സിനിമയാണെങ്കിലും രാമൻ്റെ ഏതോടുന്ന സിനിമയാണെങ്കിലും ഇതെല്ലാം മലയാള സിനിമയുടെ നല്ല സിനിമകളുടെ ഗണത്തിൽപ്പെടുത്താവുന്ന ചിത്രങ്ങളാണ്. അതോടൊപ്പം തന്നെ വർണ്ണത്തിൽ ആശങ്കയും ആ ഗണത്തിൽപ്പെടുന്ന ഒരു സിനിമ തന്നെയാണ്. അതിലെ കഥാപാത്രം ഈ പറയുന്ന പോലെ എന്നെ കാണുന്ന പോലെ അല്ല, ശരിക്കും ആ ക്യാരക്ടറായിട്ട് വരികയാണെങ്കിൽ ഞാൻ മുണ്ടൊക്കെ മടക്കി ബുദ്ധി ഒക്കെയാണ് വരേണ്ടത്. അപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഒരു ക്യാരക്ടർ വൈസ് ചേഞ്ചും മലയാള സിനിമ പ്രേക്ഷകർക്ക് ഒരു പുതിയൊരു അനുഭവം തന്നെയാണ്. അഭിയുടെയും അനുവിൻ്റെയും ഇതൊരു അൺയൂഷ്വൽ ലവ് സ്റ്റോറിയാണ്. ഇതിന്റെ കഥ കൂടുതലും പറയാൻ പറ്റില്ല, കുറച്ച് അത് സ്പോയിലറായി പോകും പറഞ്ഞാല്. പക്ഷെ ഒരു എന്താ പറയാ, വളരെ റെലവെന്റ് ആയിട്ടുള്ള ഒരു കാര്യം ഡിസ്കസ് ചെയ്യുന്ന ഒരു സിനിമയും കൂടെയാണ് ഇത്. ഇതില് ഒരേ സമയം മലയാളത്തിലും തമിഴിലും ഈ സിനിമ റിലീസ് ആവുന്നുണ്ട് സെയിം ഡേ തന്നെ. അതെ, എൻ്റെ ഫസ്റ്റ് തമിഴ് സിനിമയും കൂടെയാണ്. സോ എനിക്ക് ഭയങ്കര ഹോപ്പുള്ള ഒരു പ്രൊജക്റ്റ് ആണ്. So this film, Abhi and Anu, is, I would say, quite a dangerous love story. It's not like something you fall in love, you get married and it's happy ending. It's nothing like that. So it's a different film, different love story altogether. And two people, it's a story of two people. They fall in love, they get married, and what happened after that? The story is all about it. Something very weird things happen in their life. So it's quite an interesting project. അല്ല, എനിക്ക് എൻ്റെ ഏറ്റവും ഒരു റൊമാൻറ്റിക് മൊമെന്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ലേബർ റൂമിനകത്ത് എൻ്റെ വൈഫ് കിടക്കുന്ന സമയത്ത് പുറത്ത് കാത്തു നിന്നാണ്. ആ സമയത്തായിരിക്കും എനിക്ക് അവരോട് ഏറ്റവും കൂടുതൽ പ്രേമം തോന്നിയിട്ടുള്ളത്. സന്തോഷം തോന്നുന്നു. നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല ഇത്രയും വലിയൊരു ഹിറ്റ് ആവുന്നത്. ഇറ്റ്സ് എ വെരി സിമ്പിൾ സോങ് അല്ലേ? ഓക്കേ, സോ ഇത്രയും വലിയ റീച്ച് കിട്ടിയതിൽ സന്തോഷം തോന്നുന്നു. ഇത് ഇത്തരം സമ്മാനങ്ങളാണെങ്കിലും നോമിനേഷൻസ് ആണെങ്കിലും ഒക്കെ തന്നെ ഒരു ഓർമ്മപ്പെടുത്തലും ഒരു കരുതലും ഒക്കെയാണ്. നിങ്ങൾ ചെയ്യുന്ന ജോലി കൂടുതൽ ശ്രദ്ധയോടെ ധൈര്യത്തോടെ മുന്നോട്ട് കൊണ്ടുപോയിക്കോളൂ എന്നുള്ളൊരു ഉറപ്പാണ്. ആ ഒരു അർത്ഥത്തിൽ ഇതൊരു വലിയ പ്രോത്സാഹനമായിട്ട് കാണുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ദിസ് ലവ്. സിത്താര, ഇങ്ങനെ വാവ് എന്ന് പറയുന്നൊരു സോങ് ആദ്യമായിട്ടാണല്ലോ നമ്മുടെ മലയാളത്തിൽ തന്നെ വന്നിരിക്കുന്നത്. സോ ആദ്യം ഇത് കേട്ടപ്പോൾ എന്തായിരുന്നു ഒരു റിയാക്ഷൻ? എന്തായിരുന്നു ഇത്? തീർച്ചയായിട്ടും കഴിഞ്ഞ വർഷം എനിക്ക് പാടാൻ അവസരം കിട്ടിയ നല്ല പാട്ടുകളെന്നാണ് തിരുവാവണി രാവ്. ആ പാട്ടിൻ്റെ അതേ ടീം ശ്രീശാൻ റഹ്മാൻ, മനു മഞ്ജിത്ത്, അവരുടെ തന്നെ പാട്ടാണിത്. അപ്പം ആ ഒരു എന്താ പറയുക, ഒരു ഫാമിലി പോലെ ഫ്രണ്ട്ലി ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ റെക്കോർഡ് ചെയ്യപ്പെട്ടതാണ് ഈ പാട്ട്. ചേരാമേട്ടനൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ഈ പടത്തിൽ പാട്ട് പാടിയത്. അതേപോലെ എല്ലാവരും ഐ മീൻ ലൈക്ക് നല്ല പാട്ടുകൾ ഉണ്ടാക്കിയവരും
നമ്മളെയൊക്കെ ചീത്തയാക്കിയത് കുറേ പാട്ടുകൾ പാടിയിട്ട് നമുക്ക് പാടാൻ പറ്റുന്നൊരു തെറ്റിദ്ധാരണയൊക്കെ ഉണ്ടാക്കി തന്ന എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സിനും നന്ദി. അതുപോലെ ചാക്കോസിനൊക്കെ അറിയാം, ഞങ്ങൾ മല്ലു സിംഗിന്റെ ലൊക്കേഷനിൽ കുറേ പാട്ട് പാടിയിട്ടുണ്ട്. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ചേട്ടാ ഞാനേ പാട്ട് പാടി. ഇനി ചാക്കോസിനൊരു ബാക്കിയുണ്ട്. ഇസ് എ ഫെന്റാസ്റ്റിക് സിംഗർ. നെക്സ്റ്റ് ഇയർ നിങ്ങൾ ചോദിച്ചില്ലേ ചാക്കോസിനെ കുറിച്ച് അറിയാത്തൊരു കാര്യം ഞാൻ പറയാം. ഇസ് എ വെരി ഗുഡ് സിംഗർ. അടുത്ത വർഷം പാട്ട് ചാക്കോസിനായിരിക്കണം. ഈ നിലവറിയാതെ ഈ കലവറിയാതെ അനുരാഗം പുതുമഴ പോലെ നീ എന്മാരിൽ